എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ മെസ്സേജ് അയച്ച് ചോദിച്ചു ഇടി കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കറക്റ്റ് റെസിപ്പി വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മുന്നേ കൂട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് കുറവാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഫില്ലിംഗ് ഉള്ള കേക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ ആ ഫില്ലിംഗ് ഉണ്ടാക്കി വെക്കുക. പിന്നെ കേക്കിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പൗഡേർഡ് ഷുഗർ. അതുണ്ടാക്കാനായിട്ട് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര മിക്സിയിലിട്ട് ഇതേപോലെ പൊടിച്ച് വെക്കുക. പൗഡേർഡ് ഷുഗറൊക്കെ വാങ്ങാൻ കിട്ടും, അതിനേക്കാളും നല്ലത് പൊടിക്കാത്ത പഞ്ചസാര ഇതേപോലെ മിക്സിയിലിട്ട് ഇങ്ങനെ പൊടിച്ച് വെക്കുന്നതാണ്. ഇതൊക്കെ കേക്ക് ഉണ്ടാക്കണ ആ സമയത്ത് നമ്മൾ പൊടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒക്കെ കൂടി അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ തലേദിവസം നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും കേട്ടോ. എൻ്റെയൊക്കെ കുറേ നാളിരിക്കാറുണ്ട്. പിന്നെ ഒട്ടും നനവ് പാടില്ല കേട്ടോ പാത്രത്തിൽ. നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഒട്ടും നനവ് പാടില്ല. പിന്നെ മിക്സിയിലും ഒട്ടും നനവ് പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തായാലും സൺഫ്ലവർ ഓയിൽ കേക്കിൽ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതേപോലെ പാക്കറ്റായിട്ട് വാങ്ങുന്നവർ പാക്കറ്റിൽ നിന്ന് മാറ്റി ഏതെങ്കിലും ഒരു കുപ്പിയിലോട്ട് പകർത്തി വെക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കണ നേരത്ത് നമ്മൾ അളവ് പാത്രത്തിൽ ഡയറക്റ്റ് ഈ കവറിൽ നിന്നാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആകെ നിലത്ത് പോയിട്ട് ആകെ ഫ്ലോപ്പ് ആവും കേട്ടോ. പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് കുറേ നേരം നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഈ ടിന്നിലോട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ മുന്നേ കൂട്ടി സെറ്റ് ചെയ്ത് വെക്കുക. കേക്ക് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ നമ്മൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ബാറ്റർ പിന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ പൊന്തില്ല. കുറേ നേരം അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ. ആ സമയം അത്രയും നേരം നമ്മൾ മിക്സ് ചെയ്ത ആ ബാറ്റർ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ബാറ്റർ പൊന്തില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ എഗ്ഗ് എന്തായാലും വേണം. അപ്പോൾ എഗ്ഗ് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റി വയ്ക്കുക.